ആ ഹിറ്റ്ലർ വന്നല്ല. എന്താണ് എല്ലാവരും കൂടി വാതിക്ക് വന്നിരിക്കണത്? നേരത്തെ കാലത്ത് വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇപ്പൊ ആതിരയാകുന്നവരെ എന്തൊടുക്കുമായിരുന്നു പഞ്ചായത്ത്? എനിക്കിന്ന് 1-2 മീറ്റിംഗ് ഉണ്ടായമ്മ. ഓ, നിനക്ക് എന്നാ മീറ്റിംഗ് ഇല്ലാത്തത്? പഞ്ചായത്ത് തോളി കയറ്റി വെച്ചേക്കണല്ലേ, എങ്ങനെ മീറ്റിംഗ് തീരാനാണ്? അതെ ചന്ദ്രു, ഒരു വക സാധനങ്ങളില്ലടാ തുണിക്കടയിലെല്ലാം തീർന്നിരിക്കുക. ആ തീർന്ന സാധനങ്ങളുടെ ഓർഡർ കൊടുത്ത് അവരത് കൊണ്ടുവന്ന് തരൂലേ? പിന്നെ വാങ്ങിച്ച സാധനങ്ങളുടെ പൈസ കൊടുത്തിട്ടില്ല, പിന്നെ ആരാ ഓർഡർ തരാനാ? നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമുക്കത് ആർക്കെങ്കിലും വിലയിട്ട് വിൽക്കാം. എനിക്ക് പാടില്ല എല്ലാത്തിനും കൂടി കിടന്ന് ഓടാൻ. വിൽക്കാന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ അച്ഛനായിട്ട് ഉണ്ടാക്കിയ സ്ഥാപനമല്ലേ, വെറുതെ മക്കൾ നശിപ്പിച്ചു എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചന്ദ്രു ഏട്ടാ, നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാന്നേ. ഞാൻ തോർത്തെടുത്ത് വെച്ച ഞാൻ ഒന്ന് കുളിക്കട്ടെ. അടേ ബസ് ഞാൻ ഒരു മങ്കി ആയിട്ട് എന്റെ കഥ ഞാൻ ഇപ്പൊ പറയാം. ലിസൺ ടു മാട്ടെ. ഏതോ വണ്ടി കേറി പോയി വാല് മുറിഞ്ഞ കഥ തീർന്നുണ്ട്. അയ്യോ കിടന്നുറങ്ങടാ, രാവിലെ സ്കൂളിൽ പോകാനല്ലേ? ഉറങ്ങി. അതെ ചന്ദ്രു, ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്ന് ചേച്ചി, നീ ഒന്ന് സമാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങ്. എല്ലാത്തിനും വഴി ഉണ്ടാവും, ഇല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കും. ഉണ്ടാക്കിയാൽ മതി വഴി. ആ വഴി ഉണ്ടാക്കും. ബാക്കി നാളെ പാടണം കേട്ടോ. ബാക്കി പൈസ എന്ത് ചെയ്യും? അമ്മ, ചേച്ചി, സ്വന്തം കാര്യം നോക്കാൻ അറിയാത്ത പൊട്ടന, വെറും പൊട്ടനാണ് എൻ്റെ അല്ലേ. എവിടെ ബുദ്ധിയുള്ള ആരെങ്കിലും നാട്ടുകാർക്ക് ബസ് മേടിക്കാൻ വേണ്ടി ലക്ഷങ്ങളുടെ കടം എടുത്ത് തല്ലി വെച്ചേക്കോ? ഇപ്പൊ പെട്ടിരിക്കുകയാണ് പാവം. ചേച്ചിയും കണ്ടതല്ലേ ഞാൻ ഇന്നലെ അലമാരി കൊണ്ടുവന്ന് വെക്കണത്. ഇവിടെ പലരോടായിട്ട് കടം മേടിച്ച പൈസയാണ് ബാങ്കിൽ അടക്കാൻ വേണ്ടിയിട്ട്. ആരെടുക്കാനാത്? ശേ, ഇപ്പൊ തന്നെ ചെലവെല്ലാം കഴിഞ്ഞ് കുറച്ച് പൈസ നീക്കി വെക്കാൻ കഴിഞ്ഞല്ലേ? 5000 രൂപ. 3000 ഇപ്പൊ ഇവിടെ തന്നെ ചെലവായല്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് ബസ് ഭയങ്കര ലാഭത്തിലാണെന്നാണല്ലോ. അല്ലെങ്കിൽ ഇന്നലെ കിട്ടിയ കാശിൽ നിന്ന് 3000 രൂപ തളിയന് തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ 2 ബസ്സിൽ നിന്നും കൂടി ദിവസം 5000 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാസം എത്രയാണെന്നാ വിചാരം? എല്ലാ അളിയൻ്റെ ഒരു ഭാഗ്യം. നന്നാവട്ടോ, നമുക്ക് ഇടക്കൊക്കെ ഇങ്ങനെ കൂടാതെ. ദൈവമേ, ഒരടവ് ഇപ്പൊ അടക്ക സാറേ. ബാക്കി കളക്ഷനൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരണ മുറയ്ക്ക് ഞാൻ ക്ലിയർ ചെയ്തോളാം. ഒന്നും മനഃപൂർവ്വമല്ല സാറേ. ഒരു വണ്ടി നല്ലോണം സർവീസ് നടത്താൻ പറ്റുന്നുണ്ട്, ഒരു വണ്ടി എപ്പോഴും പണിയാണ് സാറേ. പിന്നെ ഡീസൽ, ടാക്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, പണിക്കാരുടെ പ്രശ്നങ്ങൾ എല്ലാം അങ്ങോട്ട് ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആവണില്ല. എടോ, ഇതാണ് അന്ന് ഞാൻ ലോൺ എടുക്കാൻ വന്നപ്പോൾ വരും കാര്യം പറഞ്ഞത്. ആദ്യം ഒരു ബസ് എടുക്കുക, അത് ഓടി സക്സസ് ആയി കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കാമെന്ന്. അപ്പോൾ തനിക്ക് 2 എണ്ണം വേണം. 3 അടവ് പെൻഡിങ് ആയി കഴിഞ്ഞാലേ അക്കൗണ്ട് NP ആവും, പിന്നെ എനിക്ക് പ്രഷർ കൂടും. ഒരെണ്ണം ഇപ്പോൾ ഞാൻ അടക്കാം, പെട്ടെന്ന് ക്ലിയർ ചെയ്യാം, ബുദ്ധിമുട്ടുണ്ടാക്കൂല. അടയ്ക്കും. സുലേച്ചി, ഇങ്ങെന്താ? ബാലേട്ടൻ ബസ്സിൽ നിന്നൊന്ന് വീണു മോനെ. അത് ഞാൻ അറിഞ്ഞിനി. അല്ല, നീ എന്താ ഇവിടെ? എനക്കല്ല, എൻ്റെ ഓളെ ചന്തിക്കൊരു കുരു. ഡോക്ടറെ കാണിച്ചു. കുരുവിന് വരാൻ പറ്റിയൊരു കാലം. കുരുവിന് ഇന്ന സ്ഥലത്തിനുണ്ട് ചേച്ചി. 2 ദിവസം കൊണ്ട് പൊട്ടിയിട്ടെങ്കിൽ ടൗണിൽ പോയിട്ട് കീറാൻ പറഞ്ഞിനി. ആ, പ്രശ്നമില്ല. ഓ ആ ചേച്ചി, ഷോ വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ടല്ലേ? എന്നാ പിന്നെ കീറണല്ലോ. നോക്കണേ, വേഗം കയറി, വേഗം. പോയാ മാറി
ഇവിടെ ഇരുന്നോ? വേണ്ട മോളെ. അല്ല ചേച്ചി ഇരുന്നോ? കുഴപ്പമില്ല. വേണ്ട മോളെ. ചേച്ചി ഇരുന്ന വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ട്. നീ അവിടെ ഇരിക്കും. മൂത്തവര് വന്ന എഴുന്നേറ്റ് കൊടുക്കാത്തുള്ളമാരാ. ഇപ്പൊ ഇരുന്നോന്ന് ഇരുത്താനങ്ങ് ധൃതി. വേണ്ട, വീട്ടിൽ ചെണ്ട് കഴിച്ചോളാം. ബസ്സിൽ കഴിക്കാൻ വരണം. ആരാണോ ഒക്കെ നമ്മുടെ ബസ്സിലൊരു സർജൻ? സർജനാ? അതെ, ഡോക്ടർ. എന്താ ഉണ്ടായത്? നീ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. എൻ്റെ ഓക്ക് ചന്തിക്കൊരു കുരുവുണ്ടായിന്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഡോക്ടർ. 12,000, 10 പൈസ കൈമയില്ല. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വിചാരിച്ച് ചിന്തിച്ചിരിക്കുമ്പോന്ന് ഇന്ന് ബസ്സിൽ വെച്ച് ആരോ ഒരാള് ഞാനും കേട്ടത്. നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ? ആരാണെങ്കിലും നമുക്ക് പൊക്കാം. എന്തിന്? ചെയ്തോൻ പോക്കറി തരാന്ന്. പക്ഷെ നമുക്കത് വേറെപ്പെട്ടില്ലേ? ഡോക്ടർ 12 പറഞ്ഞെടുത്താണ് വേറെ 200 ഉറുപ്പ്യക്ക് കാര്യമായില്ലേ? അതുപോലെ പിന്നെ ഡോക്ടർ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു. നല്ല വൃത്തിക്ക് ചെയ്തേന്ന്. ആളും വിട്ടുക്കനാ. നന്ദി ആരോടാ പറയാൻ?